ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഇതൊന്ന് മെയിനായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓൾമോസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഈസി ടു സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. നമ്മൾ മുമ്പ് ഇക്വിലിബ്രിയം ഒക്കെ പഠിച്ചു. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ പോകാൻ പ്രിഫർ ചെയ്യുക. തെർമോഡൈനാമിക്സ് തന്നെ നമുക്ക് മനസ്സിലായത്. റിയാക്ഷൻ പോസിബിൾ ആണോ, അത് ഏത് ഡയറക്ഷനിൽ പോകും, അതൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ ഒരു റിയാക്ഷന്റെ റേറ്റ് അത് എത്ര വേഗം നടക്കും, അത് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് മനസ്സിലാവും. അപ്പൊ അതാണ് കെമിക്കൽ കൈനറ്റിക്സ്, ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് റിയാക്ഷൻ റേറ്റ്സ്. എത്ര സ്പീഡിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, അതാണ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് മനസ്സിലാവുക. ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അപ്പൊ നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്തിൽ എത്ര റിയാക്ഷൻ നടക്കും, റിയാക്ഷൻ എത്ര നടക്കും, അപ്പൊ എത്ര പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര റിയാക്ടന്റ് നമ്മൾ യൂസ് ചെയ്യും, അതാണ് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇനി നമുക്കിങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ A+B ഗിവ്സ് C+D. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A നമുക്ക് ഇങ്ങനെ എഴുതാം, ഓക്കെ, ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A ബൈ യൂണിറ്റ് ടൈം. അങ്ങനെ തന്നെ B ആണെങ്കിലും എല്ലാത്തിനെയും ഇങ്ങനെ എഴുതാം. അപ്പം റേറ്റ് പറഞ്ഞാൽ ഒന്നെങ്കിൽ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A അല്ലെങ്കിൽ B, അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് C അല്ലെങ്കിൽ അപ്പിയറൻസ് ഓഫ് D. ഇതിൻ്റെ ഒക്കെ യൂണിറ്റ്, റേറ്റിന്റെ യൂണിറ്റ് എപ്പോഴും മോൾ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് അങ്ങനെയാണ് എഴുതിട്ട്. മോൾ ലിറ്റർ അല്ല, മോൾസ് പെർ ലിറ്റർ സെക്കൻഡ്. ഇനി റേറ്റ് ലോ റേറ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. അതെന്താണ്? അതൊരു എക്സ്പ്രഷൻ ആണ്. അത് നമുക്ക് അടുത്ത പേജിൽ നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ റേറ്റ് ലോ. റേറ്റ് ലോയിൽ എന്താണ് അവർ പറയുന്നത്? റിയാക്ഷൻ റേറ്റ്. ഓക്കെ, റിയാക്ഷൻ റേറ്റിന് നമുക്ക് വേറെ എഴുതാം. നമുക്ക് ആദ്യം എഴുതിയത് എങ്ങനെയായിരുന്നു? ഇങ്ങനെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് A അങ്ങനെ എഴുതിയല്ലോ. അതിനെ നമുക്ക് വേറൊരു ഫോർമാറ്റിലും എഴുതാം. അപ്പൊ അതാണ് നമുക്ക് റേറ്റ് ലോ എന്ന് മനസ്സിലാവുന്നത്. അപ്പം ഈ ഫോർമാറ്റിൽ എന്താണ് അവർ പറയുന്നത്? റിയാക്ഷൻ റേറ്റ് is given in terms of molar concentration of reactants with each term raised to some power, which may or may not be the same as the stoichiometric coefficient of the reacting species. അപ്പം AA plus BB gives CC plus DD. ഇതിൽ നമ്മൾ റിയാക്റ്റൻസ് A ഉണ്ട് B ഉണ്ട്. അപ്പൊ അവരെ മോളാർ കോൺസെൻട്രേഷൻ റേസ് ടു സം പവർ, അത് ചിലപ്പം സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ആവാം, പക്ഷെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നമ്പർ ആവാം. ഓക്കെ, നിർബന്ധമല്ല സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് ഓഫ് ദ റിയാക്ടിങ് സ്പീഷീസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻ ആണ് നമ്മൾ റേറ്റ് ലോ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് ഇവിടെ കറണ്ട്. അപ്പം റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? when concentration of reactants is its unity, then rate of reaction is known as rate constant. നമുക്ക് തിരിച്ചങ്ങോട്ട് പോവാം. ഇതൊക്കെ യൂണിറ്റി ആണെങ്കിൽ ഇത് 1, അപ്പം നമുക്ക് ഇതിനൊരു വാല്യൂ കിട്ടൂലേ, അതാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ്. അങ്ങനെയാണ് നമ്മൾ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ മനസ്സിലായി? നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ മനസ്സിലാക്കാൻ പറ്റി, റേറ്റ് ലോ മനസ്സിലാക്കാൻ പറ്റി, പിന്നെ റേറ്റ് കോൺസ്റ്റന്റ് മനസ്സിലാക്കാൻ പറ്റി. ഇനി റേറ്റ് ഓഫ് റിയാക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് ആവറേജ് റേറ്റ് എഴുതാം, ഒന്ന് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞാൽ ഓരോ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എടുത്ത് അവിടുത്തെ സ്ലോപ്പാണ് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇനി ആവറേജ് ആണെങ്കിലോ, നമ്മൾ രണ്ട് പോയിന്റ് തമ്മിലുള്ള ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, എന്നിട്ട് അവർ തമ്മിൽ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, പിന്നെ ആ ടൈം ഗ്യാപ്പ്. അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ്സ് നോക്കുന്നുണ്ട് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷന്. ഓക്കെ, ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓവർ ലോങ് ടൈം ഇന്റർവെൽ ആണ്. രണ്ട് പോയിന്റ് എടുക്കുന്നുണ്ടല്ലോ, രണ്ട് പോയിന്റ് എടുക്കുമ്പോൾ അവിടെ ഒരു ടൈം ഇന്റർവെൽ വരും. അപ്പം അതാണ് ആവറേജ് റിയാക്ഷൻ. പക്ഷെ ഇൻസ്റ്റന്റേനിയസ് പറഞ്ഞാൽ പെർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈം, ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു പോയിന്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ.
ഇനി ഓർഡർ ഓഫ് റിയാക്ഷൻ നോക്കുക എന്താണ്. മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ ഉണ്ട്, ഓർഡർ ഓഫ് റിയാക്ഷൻ ഉണ്ട്. മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, അയോൺസ് ഓർ മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടൻറ്റ് ഇൻവോൾവ് ഇൻ എ റിയാക്ഷൻ. അപ്പം ഒരു റിയാക്ഷനിൽ എത്ര മോളിക്യൂൾസ്, ആ ഒരു റിയാക്ഷൻ നടക്കാൻ എത്ര മോളിക്യൂൾസ് അവിടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അതാണ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. അതെപ്പോഴും ഒരു ഇൻഡിജർ, ഒരു ഹോൾ നമ്പർ ആയിരിക്കും, എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിരിക്കും. പിന്നെ 3ൻ്റെക്കാളും കൂടുതലാവില്ല. കാരണം 3ൻ്റെക്കാളും കൂടുതൽ മോളിക്യൂൾസിന് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലേ. കാരണം 4 മോളിക്യൂൾസ് ഒരുമിച്ച് വന്ന് ഇന്ററാക്ട് ചെയ്യണം പറഞ്ഞാൽ അതിന്റെ പോസിബിലിറ്റി കുറവാണല്ലോ. അപ്പം അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പൊ 3ൻ്റെക്കാളും കുറവായിരിക്കും. കനോട്ട് ബി 0, കാരണം ഒറ്റ മോളിക്യൂളും ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ പിന്നെ അവിടെ ഒരു റിയാക്ഷൻ നടക്കൂലല്ലോ. അപ്പോൾ 1, 2 or 3 ഈ 3 വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതാണ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. ഇനി ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താണ്? നമ്മൾ മുമ്പ് കണ്ടില്ലേ, റേറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ മുകളിൽ വരുന്ന ഈ വാല്യൂസ് അതിനെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് നമ്മളെ ഓർഡർ ഓഫ് റിയാക്ഷൻ കിട്ടും. അപ്പം അതാണ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. അത് എത്ര മോളിക്യൂൾസ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ഒരു റിയാക്ഷൻ നടക്കാണ്. ഓർഡർ ഓഫ് റിയാക്ഷൻ പറഞ്ഞാൽ ഈ മുകളിൽ വരുന്ന വാല്യൂസ് അതിന് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓർഡർ ഓഫ് റിയാക്ഷൻ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. The sum of powers of the concentration of the reactants in the rate law expression is called order of reaction. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഫൈവ് ആഡ് ചെയ്താൽ നമുക്ക് ഓർഡർ ഓഫ് റിയാക്ഷൻ കിട്ടും. നമ്മൾ ഈ റേറ്റ് കോൺസ്റ്റന്റിനെ പറ്റി പഠിച്ചല്ലോ, അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഒരു ഈസി മെത്തേഡാണ് ഇത് ഇവിടെ തന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം റേറ്റ് ഇസ് ഇക്വൽ ടു കെ എ എക്സ് ബി വൈ, ബി റേസ് ടു വൈ. ഇപ്പൊ കെ പറഞ്ഞാല് റേറ്റ് ബൈ എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. റേറ്റിന്റെ യൂണിറ്റ് എത്രയാണ്? നമ്മൾ മുമ്പ് പഠിച്ചതാണല്ലോ. റേറ്റിന്റെ യൂണിറ്റ് എപ്പോഴും മോൾസ് ബൈ ലിറ്റർ സെക്കൻഡ് അല്ലേ. പിന്നെ ഇവിടെ ഇതൊക്കെ പറഞ്ഞാൽ മോളാർ കോൺസെൻട്രേഷൻ ആണ്. അപ്പം എ എപ്പോഴും മോൾ ബൈ എൽ റേസ് ടു എക്സ് പിന്നെ മോൾ റേസ് ടു വൈ, അങ്ങനെയാണ് വരിക. അപ്പൊ ഇത് 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ താഴെ എന്ത് വരും? നമുക്ക് മോൾ റേസ് ടു 0 വരും. അപ്പം 1. അപ്പം കെ എത്രയാണ്? കെ താഴെ ഒന്നും വരൂല, കെ വെറും മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് അല്ലെ. ഇനി താഴെ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അപ്പൊ കോൺസെൻട്രേഷൻ റേസ് ടു എൻ, നമുക്ക് 1 ആണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ വരിക അല്ലെ. അപ്പൊ നമുക്ക് മോൾ ബൈ എൽ റേസ് ടു 1. മോളും ക്യാൻസൽ ആയി, ലിറ്ററും ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എത്ര വരിക? എസ് റേസ് ടു -1 അല്ലെങ്കിൽ എസ് റേസ് ടു -1 മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഈ എൻ എന്താവും? 2 ആവും. അപ്പൊ നമുക്ക് മോൾ ബൈ എൽ റേസ് ടു 2 എഴുതാം. അപ്പം താഴെ ഒരു മോള് ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? മോൾ റേസ് ടു -1 ലിറ്റർ സെക്കൻഡ് റേസ് ടു -1. അപ്പൊ അങ്ങനെയാണ് നമുക്ക് യൂണിറ്റ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കിട്ടുക. റേറ്റിന്റെ യൂണിറ്റ് ഒരിക്കലും മാറൂല അല്ലെ. റേറ്റിന്റെ യൂണിറ്റ് എപ്പോഴും മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമ്മൾ ഓർഡർ ഓഫ് റിയാക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് മാറും. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഓർഡർ ഓഫ് റിയാക്ഷൻ പഠിച്ചല്ലോ. അപ്പൊ നമുക്ക് 0 ഓർഡർ റിയാക്ഷൻസിനെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിനെ പറ്റി കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. 0 ഓർഡർ റിയാക്ഷൻ പറഞ്ഞാൽ എന്താണ് വരിക? റേറ്റ് ഈക്വൽ ടു കെ പിന്നെ എ റേസ് ടു 0. അപ്പം ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇവരെന്താണ് പറയുന്നത്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം റേസ് ടു 0 ആണെങ്കിൽ ഇത് ഇവിടെ വരുന്നില്ലല്ലോ. റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. അപ്പം ഇനീഷ്യൽ റിയാക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നമ്മളെ റേറ്റ് ഓഫ് റിയാക്ഷൻ.
അപ്പം ഇഫ് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചാൽ, ഇത് തമ്മിൽ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? കോൺസെൻട്രേഷൻ ഓഫ് ആർ, ടൈം ഇങ്ങനെ, സ്ലോപ്പ് ഇങ്ങനെ. കാരണം നമുക്ക് ഇതിനെ മാറ്റി എഴുതാം അല്ലേ? dx/dt equal to k r0. r0 r0. അപ്പൊ കാരണം r⁻0 സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇനി k is equal to നമ്മൾക്ക് തിരിച്ചെഴുതിയാൽ ഇത് dx പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആണല്ലോ, dt പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം. നമുക്ക് ഇങ്ങനെ എഴുതാലോ. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. kt is equal to r0 by -r. അപ്പൊ സ്ലോപ്പ് k, ഇവിടെ ടൈം എഴുതി, ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ എഴുതാം, ഇന്റർസെപ്റ്റ് നമ്മൾ r0. അപ്പൊ ഇതാണ് നമ്മളെ ഗ്രാഫ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഏതാണ്? NH3ന്റെ ഡീകമ്പോസിഷൻ. അതൊരു കാറ്റലിസ്റ്റ് വഴിയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ റിയാക്ഷൻസും അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ കുറെ കാറ്റലിസ്റ്റ് വെച്ച് നടക്കുന്ന റിയാക്ഷൻസ് നോക്കിയാൽ നമുക്ക് കാണാം സീറോ ഓർഡർ റിയാക്ഷൻസ് ആയിരിക്കും. പക്ഷെ അത് എക്സാമ്പിൾ തന്നെ ആയിട്ട് പഠിക്കണം, നമുക്കൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പം NH3ന്റെ ഡീകമ്പോസിഷൻ എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പം ഇതിൽ ഈ ഫോർമുല നല്ലോണം ഓർത്ത് വെക്കുക, ഈ ഗ്രാഫും നല്ലോണം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ എന്താണ് നടക്കുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ റേറ്റ് ഈക്വൽ ടു കെ എ. എന്നിട്ട് ഇനി നമ്മൾ dx/dt is equal to ഇങ്ങനെ എഴുതി ഇതിന്റെ ലോഗ് ഒക്കെ എടുത്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. k is equal to 2.303 by t log ഇനീഷ്യൽ റിയാക്ഷൻ പിന്നെ ബാക്കിയുള്ള കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പിന്നെ ബാക്കിയുള്ള കോൺസെൻട്രേഷൻ, ഇനീഷ്യലും ഫൈനലും. അപ്പം ഈ ഇക്വേഷനും നല്ലോണം ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് തിരിച്ചിട്ടും ക്വസ്റ്റ്യൻ വരും. ടീനെ ഇങ്ങോട്ട് എഴുതി, കെനെ ഇങ്ങോട്ട് എഴുതി, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു തമ്മിലുള്ള ഗ്രാഫ് നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് കണ്ടത് വെറും r ആയിരുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ലോഗരിതം ഓഫ് r വരുന്നത് അല്ലെ, ലോഗ് ആണ് കിട്ടുന്നത്. അപ്പോഴേ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. കാരണം ഇവിടെ ഒരു എക്സ്പൊണൻഷ്യൽ വാല്യൂ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ലോഗ് എടുത്താലേ നമുക്ക് ഈ സ്ട്രെയിറ്റ് വാല്യൂ കിട്ടും. അപ്പം ഓർത്ത് വെക്കുക, ലോഗ് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ, ലീനിയർ ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ വെറുതെ നമ്മൾ വെറും കോൺസെൻട്രേഷൻ എടുത്തിട്ട് നമുക്കൊരു ലീനിയർ ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ ആയിരിക്കും. അപ്പം ഈ ഇക്വേഷൻ നല്ലോണം പഠിച്ചു വെക്കും. നമ്മൾ ഇനി കൂടുതൽ റിയാക്ഷൻസ് നോക്കുമ്പോൾ അത് ഗ്യാസ് ഫേസിലേക്ക് നോക്കുന്നത് അല്ലെ. ഇവിടെ നോക്കിയാൽ എ ഗ്യാസ് ഫേസിൽ, ബി ഗ്യാസ് ഫേസിലും, സി ഗ്യാസ് ഫേസിലുമാണ്. അപ്പൊ നമുക്ക് ഈ മോളാർ കോൺസെൻട്രേഷൻസിന്റെ പകരം പാർഷ്യൽ പ്രഷേഴ്സും യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഇതാണ്. ഇത് ഓർത്ത് വെക്കുക, ഇതൊന്നും കുറെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ PI ഇവിടെ R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരുന്നു, ഇവിടെ മോളില് PI ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ. ഓക്കെ, PT ആണെങ്കിൽ ടോട്ടൽ പാർഷ്യൽ പ്രഷർ. കാരണം ഇപ്പൊ ബിയും സിയും വന്നല്ലോ, അപ്പൊ അവിടെ എല്ലാത്തിന്റെയും പാർഷ്യൽ പ്രഷർസ് വരുന്നുണ്ടല്ലോ. അപ്പൊ ടോട്ടൽ പ്രഷർ പിന്നെ PT ആണെങ്കിൽ ടോട്ടൽ പ്രഷർ പിന്നെ PI നമ്മള് ഇനീഷ്യൽ പാർഷ്യൽ പ്രഷർ തന്നെ. നമ്മൾ തുടങ്ങിയപ്പം വെറും എന്റെ പാർഷ്യൽ പ്രഷർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ PI തന്നെ. അപ്പൊ മുകളിൽ നമുക്ക് PI ഉണ്ട്, താഴെ PI 2PI - PT. അങ്ങനെയാണ് ഇക്വേഷൻ മാറുക. അപ്പം ഇത് രണ്ടും നല്ലോണം ഓർത്ത് വെക്കുക. ഇത് കാരണം കുറെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ കണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കണ്ട്, നമുക്കൊരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താണ് നടക്കുന്നത്? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പറഞ്ഞാൽ റിയാക്ഷൻ ശരിക്കും ബൈമോളിക്കുലർ ആണ്. അപ്പം ഈ രണ്ട് മോളിക്യൂൾസും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ബൈമോളിക്കുലർ റിയാക്ഷൻ ആണ്. സാധാരണ കുറെ കേസസിൽ മോളിക്കുലാരിറ്റിയും ഓർഡറും സിമിലർ ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കുമ്പം ഇതിന്റെ ഓർഡർ 1 ആണ്. കാരണം എന്താണ് റീസൺ? നമ്മൾ H2O ഹൈ ക്വാണ്ടിറ്റീസിലാണ് എടുക്കുക. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ മാറിയാലും റിയാക്ഷന്റെ റേറ്റിന്
മാറ്റം വരൂല. ഓക്കെ, ഇപ്പം H2O മാറിയാൽ റിയാക്ഷൻ്റെ റേറ്റിന് മാറ്റം വരൂല. അപ്പം ഇതിലിപ്പോൾ ആകെ ഒരു മോളിക്യൂൾ അല്ലേ റേറ്റിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പക്ഷെ ശരിക്കും ഫസ്റ്റ് ഓർഡർ ആണോ? ശരിക്കും ഫസ്റ്റ് ഓർഡർ അല്ല. അപ്പം നമ്മളതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കും. അപ്പം അതാണ് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, പിന്നെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. പിന്നെ അതിൻ്റെ ഗ്രാഫ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ dr/dt ഈക്വൽ ടു k. ഓക്കെ, ഇവിടെ ആറിൻ്റെ ഒരു കോമ്പണൻറ്റ് വരുന്നില്ല കാരണം r⁻0 ആണ്, അപ്പം 1 ആവും. ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ r⁻1 വരും അല്ലേ. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റിലോ, അതാണ് നമ്മൾ അവിടെ കണ്ട ഇക്വേഷൻ, അങ്ങനെ എഴുതുകയാണെങ്കിൽ KT = R0 - R എഴുതാം. ഫസ്റ്റ് ഓർഡറിൻ്റെത് R = R0 e⁻ KT ആണ്. ഇതാണ് നമ്മളിനി ഇതാക്കി എഴുതിയത്. നമ്മളതിൻ്റെ ലോഗൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ പേടിക്കേണ്ട സെയിം സാധനം തന്നെയാണ്, രണ്ടും സെയിം സാധനം. പിന്നെ സ്ട്രേറ്റ് ലൈൻ പ്ലോട്ട്. സ്ട്രേറ്റ് ലൈൻ കിട്ടണമെങ്കിൽ സീറോ ഓർഡറിൽ ഡയറക്റ്റ് R എടുത്താൽ മതി, ഫസ്റ്റ് ഓർഡറിൽ ലോഗ് എടുക്കണം. പിന്നെ ഹാഫ് ലൈഫ് നമ്മൾ ഇനി ഒന്നുകൂടി പഠിക്കും. പക്ഷെ ഹാഫ് ലൈഫ് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ലൈഫ് പറഞ്ഞാൽ നമ്മൾ എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് എടുത്ത് വിചാരിക്കും, അത് എന്നിട്ട് A/2 ആവണം. അതാവേണ്ടിയ ടൈമിനാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എത്രയാണ്? R0/2k. അങ്ങനെയാണ് ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് നമുക്ക് മനസ്സിലാവുക. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ T½ = k. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ, ആകെ KMൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഏത് കോൺസെൻട്രേഷൻ എടുത്താലും അത് അതിൻ്റെ പകുതി ആവണമെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ടൈമാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന് നടക്കുക. അപ്പം നമ്മൾ ഈ റേഡിയോ ആക്ടിവിറ്റി ഒക്കെ അല്ലേ, റേഡിയോ ആക്റ്റീവ് മെറ്റൽസിൻ്റെ ഡീകമ്പോസിഷൻ ഒക്കെ നടക്കുമ്പോൾ അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കാരണം അവരെ ഹാഫ് ലൈഫ് ഫിക്സ്ഡ് ആണല്ലോ, നമുക്ക് ഓരോ മെറ്റലിൻ്റെ ഫിക്സ്ഡ് ഹാഫ് ലൈഫ് പറയാൻ പറ്റും. അപ്പോൾ T½ ഇവിടെ ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇതാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഫോർമുലാണ്, എപ്പോഴും ആപ്ലിക്കേഷന് വരുന്നൊരു ഫോർമുലാണ് ഇത്. അപ്പോൾ നല്ലോണം ഓർത്ത് വെക്കുക. ഇനി വേറൊരു കാര്യം ഓർത്ത് വെക്കാനുള്ളത്, T½ is proportional to initial concentration raised to 1 - n. ഓക്കെ, ഇത് നല്ലോണം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് T½ സീറോ ഓർഡർ റിയാക്ഷൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക? 1 - 0 1. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഹാഫ് ലൈഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ 1 - 1 0. അപ്പം നോട്ട് പ്രൊപ്പോർഷണൽ, അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി വരുന്നില്ല. നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ഇവിടെ നമുക്കറിയാം നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനി ഇത് നമുക്ക് ഏത് ഓർഡറിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 - 2 ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ഓർഡർ റിയാക്ഷന് ഹാഫ് ലൈഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലാസ്. ഇനി നമുക്ക് ആക്ടിവേഷൻ എനർജി പറയാം. ആക്ടിവേഷൻ എനർജി നമുക്കറിയാലോ എന്താണ്? It is the extra energy which must be possessed by reactant molecules so that the collision between reactant molecules is efficient and leads to formation of products. അപ്പോൾ നമ്മൾ ഈ കാറ്റലിസ്റ്റിൻ്റെ പറ്റി പഠിക്കുമ്പോൾ കാണില്ലേ, രണ്ട് റിയാക്റ്റൻസ് തമ്മിൽ ഒരു ആക്ടിവേഷൻ എനർജി, എന്നിട്ട് പിന്നെ പ്രൊഡക്ട്സ് ഫോം ചെയ്യും. അപ്പം ഈ എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ അവിടെ ഒരു എഫിഷ്യൻറ്റ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യണമെങ്കിൽ നമുക്കൊരു ആക്ടിവേഷൻ എനർജി വേണം. ഓക്കെ, അപ്പോൾ ആ കൊളിഷൻ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യണമെങ്കിൽ നമുക്കൊരു ആക്ടിവേഷൻ എനർജി വേണം. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജിയും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഈ അറീനിയസ് ഇക്വേഷനിൽ കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇക്വേഷൻ. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ് ഇതും പിന്നെ ഇതും.
ഇവിടെ K = A. അപ്പം A എന്താണ്? ഫ്രീക്വൻസി ഫാക്ടർ. ആ കൊളിഷന്റെ ഫ്രീക്വൻസിനെ നമുക്ക് A പറയാം. E എന്നിട്ട് (-EA) അതാണ് നമ്മളെ ആക്ടിവേഷൻ എനർജി ബൈ RT. R എന്താ അറിയാം, T എന്താ നമുക്കറിയാം. ഇനി ഇത് നമുക്ക് എല്ലാത്തിനെയും ലോഗ് എടുത്താൽ പിന്നെ രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇതിന്റെ ലോഗ് എടുത്താൽ നമുക്കറിയാം log K = log A പ്ലസ് മുകളിൽ മൈനസ് വരുന്നുണ്ട്, ഇവിടുത്തെ മൈനസ് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ എടുക്കാം. -2.303 നമുക്ക് ലോഗ് എടുക്കുമ്പോൾ ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. അപ്പം EA by 2.303 RT. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും, ഈ ഫോർമുല കിട്ടും. അപ്പൊ ഈ ഫോർമുലയും നല്ലോണം പഠിച്ചു വെക്ക്, രണ്ടും കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി ഇത് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കിട്ടും അല്ലെ. ഇവിടെ ഞാൻ ചെയ്തത് തന്നെ കാണുന്ന, ആദ്യം നമുക്ക് ഇങ്ങനെ എടുക്കുക, പിന്നെ ബേസ് 10 ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിന്റെ ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസ് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം അറിയാം, എല്ലാ മോളിക്യൂൾസിനും സെയിം കൈനറ്റിക് എനർജി അല്ല ഉണ്ടാവുക. അപ്പൊ ആ കൈനറ്റിക് എനർജീന്റെ ഒരു ഗ്രാഫ് എടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഇത് കൈനറ്റിക് എനർജി, ഇത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. മാക്സിമം മോളിക്യൂൾസിന് ഈ ഒരു കൈനറ്റിക് എനർജിയാണ് വരിക. പക്ഷെ ഇതാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള മോളിക്യൂൾസിന് മാത്രമേ ആ റിയാക്ഷനിൽ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ട്സ് ഫോം ചെയ്യാൻ പറ്റും. അപ്പം ഇത് T ടെമ്പറേച്ചറിൽ നോക്കിയാൽ ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണം കുറവാണ്. പക്ഷെ നമുക്ക് T+10 ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണം കുറച്ചുകൂടി കൂടിയല്ലോ. ഇനി നമ്മൾ T+10 20 പിന്നെയും കൂട്ടിയാൽ പിന്നെയും മോളിക്യൂൾസിന്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. അതിന്റെ അർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് fraction of molecules having energy more than energy of activation കൂടും. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ എത്ര മോളിക്യൂൾസിന് എനർജി ഓഫ് ആക്ടിവേഷനെക്കാളും എനർജി ഉണ്ട്, അതിന്റെ എണ്ണം കൂടും. അപ്പം റിയാക്ഷൻ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് നടക്കും. നമുക്ക് വേറൊരു സാധനം നോക്കാനുള്ളത് പ്രോബബിലിറ്റി ഫാക്ടർ ഓർ സ്റ്റെറിക് ഫാക്ടർ. അപ്പം മോളിക്യൂൾസ് വെറും കൊളൈഡ് ചെയ്ത് വിചാരിച്ചിട്ട് അവിടെ ഒരു അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യണം നിർബന്ധമില്ല. കാരണം കൊളിഷന് കറക്റ്റായിട്ട് കൊളൈഡ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഫോം ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അത് വേറൊരു മോളിക്യൂളായിട്ട് ഇങ്ങനെ കൊളൈഡ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഫോം ചെയ്ത് നമുക്ക് വിചാരിക്കാം. അപ്പം അവർ തമ്മിൽ ഇങ്ങനെ ഒരു കൊളിഷൻ നടന്നാൽ അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാ കൊളിഷൻസും എഫിഷ്യന്റ് ആണ്, എഫക്റ്റീവ് ആണ് പറയാൻ പറ്റൂല. അപ്പൊ അവിടെയാണ് നമുക്കൊരു പ്രോബബിലിറ്റി ഫാക്ടർ വരുന്നത്. അപ്പം ഇതാണ് നമ്മളെ പ്രോബബിലിറ്റി ഫാക്ടർ. കാരണം എല്ലാ കൊളിഷൻസും പ്രൊഡക്ട്സ് തരണം നിർബന്ധമില്ല. അപ്പൊ നമുക്കവിടെ ഒരു പ്രോബബിലിറ്റി ഫാക്ടർ വരും. ബാക്കി Z എന്താണ്? കൊളിഷൻ ഫ്രീക്വൻസി തന്നെ. പിന്നെ E ആക്ടിവേഷൻ എനർജി ബൈ RT. അത് നമ്മൾ മുമ്പ് കണ്ട സെയിം സാധനം. അപ്പം ഇത്രയാണ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കാനുള്ളത്. ഇതിലാകെ കുറച്ച് ഫോർമുലാസ് നോക്കി വെച്ചാൽ മതി. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ വരുന്നത്. അപ്പം നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് രണ്ടും തമ്മിലൊരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ ഓറിയന്റേഷൻ വന്നാൽ ഇവിടെ റിയാക്ഷൻ നടക്കൂല. OH-ഉം BR-ഉം കൂടി മീറ്റ് ചെയ്താൽ റിയാക്ഷൻ നടക്കൂല. പക്ഷെ OH-ഉം ഈ കാർബണിന്റെ ഇടയിൽ കയറി പോയാൽ മാത്രമേ അവിടെ റിയാക്ഷൻ നടക്കും. അപ്പൊ ആ കാർബണിന്റെ ഇടയിൽ കയറി പോകാനുള്ളൊരു വഴിയിൽ OH കൊളൈഡ് ചെയ്താൽ മാത്രമേ അവിടെ നമുക്ക് റിയാക്ഷൻ കാണാൻ പറ്റും. നമ്മളെ ഹാലജൻസ് ചാപ്റ്ററിൽ പിന്നെ ഈ റിയാക്ഷൻ കാണും. അപ്പം നമുക്ക് എത്ര ഈ പ്രോപ്പർ ഓറിയന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതാണ് നമ്മളെ പ്രോബബിലിറ്റി ഫാക്ടർ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. A student has studied decomposition of gas AB3. He obtained the following data. അപ്പൊ ഒരു ഗ്യാസിന്റെ ഡീകമ്പോസിഷൻ ആണ് കാണുന്നത്.
ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ മുമ്പ് കണ്ടതിനല്ലോ T½ പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n അല്ലെ, മുമ്പ് കണ്ട ഫോർമുലാണ്. അപ്പം നമ്മുടെ T½ നമുക്ക് ആദ്യത്തെ T½ എടുക്കുക 4 പ്രൊപ്പോർഷണൽ ടു 50 1 മൈനസ് n, താഴെ നമുക്ക് 2 എഴുതാം is equal to 100 1 മൈനസ് n അല്ലേ. ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് ബ്രാക്കറ്റ്സ് ഒക്കെ ഒരുമിച്ച് ഇടാം. ഇവിടെ എന്താണ് വരുന്നത്? ഇവിടെ 2, ഇവിടെ 1/2 അല്ലേ. ഇനി നമുക്ക് ഇതിന് 2 raised to minus 1/n എഴുതിയാലോ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ ആക്കാം, n-1 ആക്കാം. അപ്പൊ 2 raised to 1 is equal to 2 raised to n-1. 2 ഉം 2 ഇവിടെ ക്യാൻസൽ ആവൂലേ, 2 ഉം 2 ഉം ക്യാൻസൽ ആയി. അപ്പോൾ 1 is equal to n-1, n is equal to 2. അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? ഡി ആണ് നമ്മൾ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂമിങ് 1 microgram of trace radioactive element X with half-life of 30 years is absorbed by a growing tree. The amount of X remaining in the tree after 100 years is എത്രയാണ് ചോദിക്കുന്നത്. അപ്പം ഹാഫ് ലൈഫ് എത്രയാണ്? 30 years ആണ്. അപ്പൊ K എത്രയാണ് നമുക്കറിയാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് K നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ K is equal to Ln2/30 അല്ലേ. നമുക്ക് അതിങ്ങനെ തന്നെ എഴുതി വെക്കാം. ഇനി നമ്മളെ മുമ്പത്തെ റിയാക്ഷൻ നോക്കിയാൽ T is equal to 2.303/K log A0/A അല്ലേ. നമുക്കറിയാം 100 is equal to 2.303 by ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഇവിടെ വരിക, log 2 into 30 log not waiting. Okay, ഇനി ഇത് 0.69 ഇവിടെ നമുക്ക് മാറ്റി എഴുതിയാൽ, ഇതൊക്കെ മാറ്റി എഴുതിയാൽ നമുക്ക് കിട്ടുന്നതാണ് ലോഗ് നമുക്ക് കിട്ടും 1 ആണ്. അപ്പം A0/A is equal to 10. ഇതിന്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ, പെർസെൻറ്റേജ് അല്ല ഫ്രാക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 0.1 കിട്ടും. അപ്പം ആൻസർ എന്താണ്? 0.1 ആണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പം ആൻസർ 1 × 10⁻⁻1. അപ്പം 1 ആണ് നമ്മൾ ആൻസർ. ഇനി അടുത്ത റിയാക്ഷൻ. The reaction between X and Y is first order with respect to X and zero order with respect to Y. Examine the data of the table and calculate ratio of numerical values of M and L. അപ്പം ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പം റേറ്റ് ഇസ് ഈക്വൽ ടു കെ എക്സ് ഫസ്റ്റ് ഓർഡർ, സീറോ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ വൈൻ്റെ പറ്റി നമ്മൾ അവിടെ നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ റേറ്റ്, നമുക്ക് ഇതിൻ്റെ എന്തെടുക്കാം, ഫ്രാക്ഷനായിട്ട് എടുക്കാം. രണ്ടെണ്ണത്തിൻ്റെ 2 കേസ് എടുത്തിട്ട് ഫ്രാക്ഷനായിട്ട് എടുക്കാം. 2 × 10⁻³ is equal to K × 0.1. 4 × 10⁻³ ആണെങ്കിൽ K × L. K യും K യും ഡിവൈഡ് ചെയ്ത് ഇതും ഡിവൈഡ് ചെയ്ത് L is equal to 0.2. നമുക്ക്
L is equal to 0.2 കിട്ടി. ഇനി ആ സെയിം സാധനം തന്നെ പിന്നെയും ചെയ്യാം. Rate is equal to 2 into 10 raised to minus 3 is equal to k into 0.1. പിന്നെ ഇവിടെ rate is equal to m into 10 raised to minus 3 x 0 k into 0.4. k ഉം k ഉം ക്യാൻസൽ ചെയ്ത് ഇത് 1/4 ആയിട്ട് എഴുതാം. ഇതും ക്യാൻസൽ ചെയ്ത് m is equal to 8. അപ്പോൾ നമുക്ക് m is equal to 8 കിട്ടി. ഇനി അവർ ചോദിക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് m ആൻഡ് l. അപ്പം m by l is equal to 8 by 0.2. ഇത് നമുക്ക് 40 കിട്ടി. അപ്പോൾ അതാണ് നമ്മളെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ റിയാക്ഷൻ ഗിവൺ ബിലോ K versus 1/T. The activation energy of the reaction is equal to എത്ര ആണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്താണ് അറിയുന്നത്? K is equal to A. ഇത് നമുക്കറിയുന്ന ഫോർമുല ആണല്ലോ. നമുക്ക് എല്ലാത്തിൻ്റെയും ലോഗ് എടുത്താൽ എന്ത് കിട്ടും? EA by RT അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട് അല്ലേ? അപ്പം ഇത് നമ്മളെ y ആക്സിസ്, 1/T നമ്മളെ x ആക്സിസ്. y by x ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പാണ് നമ്മൾ EA by R അല്ലേ? കാരണം y is equal to A plus mx. ഇവിടെ m നമ്മളെ സ്ലോപ്പ്, x നമ്മളെ 1/T. അപ്പം ഇതാണ് നമ്മളെ സ്ലോപ്പ്. സ്ലോപ്പ് is equal to y by x. അപ്പം നമുക്ക് 20/5 ചെയ്യാം. കാരണം ഇവിടെ y 20 ആണ്, x 5 ആണ് വരുന്നത്. അപ്പം 20/5. അപ്പം EA by R is equal to 4. EA is equal to R എത്രയാണ്? 2 ആണ് ഇവിടെ തന്നത്. അപ്പോൾ 2 into 4 is equal to 8 calorie per mole. നമ്മളെ ആൻസർ 8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. For the given first order reaction A gives B, the half-life of the reaction is half-life is equal to 0.301 minutes. The ratio of initial concentration of reactant. Initial concentration of reactant to the concentration of reactant at time 2.2 minutes will be given by. അപ്പോൾ initial concentration R0 by 2 minutesലുള്ള ഈ റേഷ്യോ ആണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. T ഹാഫ് ലൈഫ് നമുക്ക് കിട്ടി. അത് നമുക്ക് അതിന് നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. K പറഞ്ഞാൽ by 0.301 അല്ലേ? ഇതിനെ നമുക്ക് 0.6938 എഴുതിയാൽ നമുക്ക് K is equal to 2.303 കിട്ടും. ഇനി K is equal to 2.303 by T log R0 by R. ഇത് നമുക്കറിയുന്ന ഫോർമുല ആണല്ലോ അല്ലേ? ഇതിലേക്ക് നമുക്ക് എല്ലാ വാല്യൂസും അപ്ലൈ ചെയ്യാം. 2.303 is equal to 2.303 by 2 log R0 by R. ഇതും ക്യാൻസൽ ആയി. log R0 by R is equal to 2. അപ്പോൾ R0 by R is equal to 100. അപ്പം ratio of initial concentration to the ratio of concentration at time t initial but time t is equal to 100. നമ്മളെ ആൻസർ എത്രയാണ്? 100. അടുത്ത ക്വസ്റ്റ്യൻ. If the formation of a product follows first order of kinetics, first order reaction, and after 70 minutes the concentration of A was found to be half of its initial concentration. ഇതിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? Half life is equal to 70 minutes.
Then the rate concentration constant of reactant is ഇത്ര. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ T½ is equal to ln2 by K. അവരെന്താണ് ചോദിക്കുന്നത്? K is equal to 2 by 70 minutes. പക്ഷെ ക്വസ്റ്റ്യൻസിൽ അവർ സെക്കൻഡ്സിലാണ് ചോദിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് ഇൻറ്റു 60 എഴുതാം. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 165 into 10⁻⁻6 seconds ⁻⁻1 കിട്ടും. അപ്പൊ ഇതും കമ്പയർ ചെയ്താൽ x is equal to 165 അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The above reaction has been studied. The related data are given. The order of the reaction with respect to NOS. നമുക്കിനെ ഒന്ന് ചെറുതാക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഈ ഡാറ്റ കിട്ടി. ഇനി നമുക്ക് ഇതൊന്ന് ഓർഡർ കണ്ടുപിടിക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ്പെരിമെന്റലി മാത്രമേ നമുക്ക് ഓർഡർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ റിയാക്ഷൻ നോക്കാം. ഓക്കെ, R is equal to K, റിയാക്ടൻസ് ഏതാണ്? NO raised to X എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ അടുത്ത റിയാക്ടൻറ്റ് H2 raised to Y, അതും നമുക്ക് അറിഞ്ഞൂടാ. ഈ ആദ്യം എന്താണ് നമുക്കുള്ളത്? റേറ്റ് ഓഫ് റിയാക്ഷൻ 1.35 is equal to K, NOന്റെ വാല്യൂ 40 raised to X, H2ന്റെ വാല്യൂ 65.6 raised to Y. ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. 0.033 is equal to K, 20.1 നമുക്ക് 20 മാത്രം എഴുതിയാൽ മതി. 20 raised to X by 65.6 raised to Y. ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി 0.135 by 0.033 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 4 ആയിട്ട് എഴുതാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് 40/20 2 raised to X. അപ്പോൾ 2 raised to 2 is equal to 2 raised to X. അപ്പോൾ 2 is equal to X. അപ്പം ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു N മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് എത്രയാണ്? 2. ഇനി for a reaction A gives 2B plus C. The half-lives are 150 respectively. 150 when concentration of reactant A is 0.5 and 1 mole respectively. The order of reaction is, ഇത് നമ്മൾ മുമ്പ് കണ്ട ഡയറക്റ്റ് ഫോർമുല ആണ്, 1 - N അല്ലേ? അപ്പം ആദ്യത്തെ ഹാഫ് ലൈഫ് ബൈ രണ്ടാമത്തെ ഹാഫ് ലൈഫ്, പിന്നെ ആദ്യത്തെ കോൺസെൻട്രേഷൻ 0.5, രണ്ടാമത്തെ കോൺസെൻട്രേഷൻ 1 ഹോൾ റൈസ് ടു 1 - N. അപ്പം ഇത് നമുക്ക് 2 ആയിട്ട് എഴുതാം. നമുക്ക് 1/2 എഴുതാം. ഇത് തിരിച്ചെഴുതിയാൽ 2 raised to N - 1, 2ഉം 2ഉം ക്യാൻസൽ ആയി. അപ്പോൾ 1 is equal to N - 1, N is equal to 2. അപ്പോൾ order of reaction is 2. ഇനി the half-life for the decomposition of gaseous compound A is 240 seconds. അപ്പം T½ is 240 seconds. And the gaseous pressure was 500 torrs initially. അപ്പോൾ നമ്മൾ ഈ ഇനീഷ്യൽ പ്രഷർ എത്ര? 500 torrs. ഇനി ഇനീഷ്യൽ പ്രഷർ 250 torr ആകുമ്പം ഹാഫ് ലൈഫ് വാസ് ഫൗണ്ട് ടു ബി 4 minutes. നമുക്കതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 4 × 60 240 seconds. ദി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇസ് എത്രയാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഇനീഷ്യൽ പ്രഷർ 500 ആകുമ്പം ഹാഫ് ലൈഫ് 240 seconds ആണ്. ഇനീഷ്യൽ പ്രഷർ 250 ആകുമ്പോഴും ഹാഫ് ലൈഫ് 240 seconds ആണ്. അപ്പോൾ ഇനീഷ്യൽ പ്രഷറും ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഹാഫ് ലൈഫായിട്ട് ഒരു ഡിപ്പെൻഡൻസും വരുന്നില്ല അല്ലേ?
ഇത് മാറിയാലും ഹാഫ് ലൈഫ് കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഏത് റിയാക്ഷനിലാണ് അങ്ങനെ വരുന്നത്? നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലാണ് കിട്ടുന്നത്. അപ്പം ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. For the reaction P gives B, the values of frequency factor A and activation energy are respectively. If the reaction is of first order, the temperature at which the reaction constant is itra is given by. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. നമുക്ക് ഫ്രീക്വൻസി ഫാക്ടർ തന്നിട്ടുണ്ട്, ആക്ടിവേഷൻ എനർജി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? നമ്മള് ഈ ഫോർമുല യൂസ് ചെയ്യാം അല്ലെ. ഇതിന്റെ ലോഗ് എടുത്താൽ ലോഗ് ഓഫ് കെന്റെ വാല്യൂ എത്രയാണ്? Rate constant is 2 into 10 raised to minus 6. 2 into 10 raised to minus 6 is equal to log A. Frequency factor എത്രയാണ്? 4 into 10 raised to into 10 raised to 13 minus EA. Activation energy എത്രയാണ്? 8.3 into 10 raised to 3 കിലോ ജൂൾ ആയതുകൊണ്ട് പിന്നെ ആറാ വരുത്തുന്നത് 8.3. പിന്നെ ടെമ്പറേച്ചർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ 2.303. കാരണം നമ്മൾ 10ന്റെ ബേസ് ആണ് എടുക്കുന്നത്. 8.3 ക്യാൻസൽ ചെയ്യാം. പിന്നെ ലോഗ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 log 2 minus 6 എഴുതാം. ഇക്വൽ ടു ഇതിനെ നമുക്ക് 2 raised to 2 ആക്കി 2 log 2 plus 13 എഴുതാം. 10 raised to 3 by 2.3 ടെമ്പറേച്ചർ. ഇനി ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? T is equal to 225 into 10 raised to minus 1 Kelvin എന്ന് കിട്ടും. അപ്പം ഇവിടെ എന്താണ് അവർ ചോദിക്കുന്നത്? ഡാഷ് ഇൻറ്റു 10 raised to minus 1. അപ്പം നമ്മൾ ആൻസർ 225. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The equation, ഈ given equation is followed for the decomposition of compound A. The activation energy for the reaction is എത്രയാണ്? അപ്പം ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് അല്ലെ. K is equal to A എന്നിട്ട് ഈ activation energy by RT. അപ്പം നമുക്ക് ഈ മോളത്തെ കോമ്പണന്റ് മാത്രം നോക്കാം. E is equal to is raised to EA by RT. അപ്പം EA by RT is equal to 26000 by T. ടിയും ടിയും ക്യാൻസൽ ചെയ്തു. അപ്പം EA by R is equal to 26,000. അപ്പൊ ആക്ടിവേഷൻ എനർജിയിൽ നമുക്ക് വേണ്ടി ആക്ടിവേഷൻ എനർജി ഇവിടെ മൈനസ് ഉണ്ട്, ഇത് രണ്ടും പോകും. is equal to 26000 into R. നമുക്ക് എന്താണ് കിട്ടുക? ഇൻറ്റു 8.314. അപ്പോൾ നമുക്ക് 216 അപ്രോക്സിമേറ്റ്ലി 21600 കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് കിലോ ജൂളായി എഴുതുമ്പോൾ 216 into 10 raised to 3 കിട്ടും. നമ്മൾ ആൻസർ 216 കിലോ ജൂൾസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദി ആക്ടിവേഷൻ എനർജി ഓഫ് വൺ ഓഫ് ദ റിയാക്ടൻസ് ഇൻ എ ബയോകെമിക്കൽ പ്രോസസ്സസ്. അപ്പം EA എത്രയാണ്? 5532611 joules. And the temperature falls from ഇങ്ങനെ 10 to 300. The change in rate constant observed is ഇത്ര. The value of X. അപ്പം 310 T1 is equal to 310, T0 is equal to അല്ലെങ്കിൽ നമുക്ക് T2 T1 എഴുതാം. ഫോർമുലയിൽ അങ്ങനെയാണല്ലോ. T2 is equal to 3, T1 is equal to 310, T2 is equal to 300. പിന്നെ K1 is equal to K310, K2 is equal to X into 10 raised to minus 3 of K310. നമുക്കിതിന് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലോഗ് K2 by K1 is equal to EA by 2.303 R T2 minus T1 by T1 T2.
അപ്പം കേസിൽ എത്രയാണ്? x into 10 raised to minus 3 k310 താഴെ k310 ഇതിന്റെ ലോഗ് is equal to 532,611 by 2.303 into 8.3 t2 minus t1 10 ആണ് 300 310 into 300. Okay. ഇനി നമ്മൾ ഇതും ക്യാൻസൽ ചെയ്യുക. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടുക? നമുക്ക് എക്സിന് 1 ആണ് കിട്ടുക. ഓക്കെ, സോൾവ് ഒക്കെ കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് -3 വരും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം -3 പ്ലസ് ലോഗ് എക്സ് is equal to -3. ഇതും ക്യാൻസൽ ചെയ്ത് ലോഗ് എക്സ് is equal to 1 അല്ല ലോഗ് എക്സ് is equal to 0. അപ്പം x is equal to 1. Okay, ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനി radioactive element has a half life of 200 days. Okay, ഒരു radioactive elementന് half life t half is equal to 200. The percentage of original activity remaining after 83 days ആണ് അവർ ചോദിക്കുന്നത്. അപ്പൊ t half എത്രയാണ്? 200 അല്ലേ? അപ്പൊ നമുക്ക് അതിൽ കണ്ടുപിടിക്കാം. നമുക്ക് അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അപ്പം ln/2/200 ആണ് റേറ്റ് കോൺസ്റ്റന്റ്. ഇനി പെർസെൻറ്റേജ് ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി റിമൈനിങ് ആഫ്റ്റർ 83 ഡേയ്സ് ആണ് അവർ ചോദിക്കുന്നത്. പെർസെൻറ്റേജ് ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി റിമൈനിങ് ആഫ്റ്റർ 83 ഡേയ്സ്. അപ്പം k is equal to 2.303 by ln2 into 200. അല്ലല്ല, നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. 3/t log a not by a. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പെർസെൻറ്റേജ് ഓഫ് ഒറിജിനൽ ആക്ടിവിറ്റി ഇൻറ്റു 100. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്ക് എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവെക്കാം. ഇതിനെ മാത്രം ഇവിടെ വെച്ചിട്ട്. അപ്പം log a naught by a is equal to k into t by 2.303. അത് നമുക്ക് കിട്ടും ln2/200 into 83 into 2.303 into നമുക്ക് 0.698 എഴുതാം. നമുക്കിത് മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ അറൗണ്ട് 0.125 കിട്ടും. അപ്പൊ ഇതിന്റെ ലോഗ് 0.125 കിട്ടും. അപ്പൊ ആന്റി ലോഗ് ചെയ്താൽ is equal to നമുക്ക് ഈ വാല്യൂ തന്നിട്ടുണ്ടല്ലോ 1.333. അപ്പം ഇത് a നോട്ട് ബൈ a 1.333 നമുക്ക് എങ്ങനെ എഴുതാം? 4/3 ആയിട്ട് എഴുതാം. അപ്പം a/a നോട്ട് is equal to 3/4. അപ്പൊ അതിന്റെ പെർസെൻറ്റേജ് എടുത്താൽ ഇൻറ്റു 100 equal to 75%. നമ്മൾ ആൻസർ 75%. For a first order reaction A and B തരും. Rate constant is ഇത്ര. The time required for completion of 67% completion of a reaction is ഇത്ര. Times the half life of reaction. The value of x എത്ര ആണ് ചോദിക്കുന്നത്. First order reaction rate constant k is equal to 5.5 into 10 raised to minus 40. Time required t is equal to
x into 10 raised to minus 1 half-life. Okay. ഇനി നമുക്ക് kന്റെ ഡയറക്റ്റ് വാല്യൂ ഇടുന്നതിൻ്റെ പകരം ln2 by t half എഴുതാം. റിയാക്ഷൻ k is equal to 2.303 by t log x 67% completion. അപ്പോൾ ബാക്കി 33% ബാക്കി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 1/3 ബാക്കി വരുന്നുണ്ട് എഴുതാം. 1/3 x 3 log 3. ഇനി k എന്താണ്? k ln2 by t half 2.303 x into 10 raised to minus 1 t half. t half രണ്ടും ക്യാൻസൽ ചെയ്യാം. log 3ന്റെ വാല്യൂ എടുത്തുന്നുണ്ട് 0.477. അപ്പം ഇത് നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ x ഓൾമോസ്റ്റ് നമുക്ക് ഈ വാല്യൂ 15.9 ആണ് കിട്ടുക. അപ്പം നമുക്ക് എന്നിട്ട് നിയറസ്റ്റ് ഇൻറ്റീജർ ആയിട്ട് കൊടുക്കണമല്ലോ. അപ്പം നിയറസ്റ്റ് ഇൻറ്റീജർ ആകുമ്പോൾ നമുക്ക് എത്രയാണ് വരിക? 16. അപ്പം അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. It has been found that for a chemical reaction with a rise in temperature by 9 Kelvin, the rate constant gets doubled. Okay. അപ്പോൾ ടെമ്പറേച്ചർ T1 നമുക്ക് എന്തെങ്കിലും വിളിക്കാം, T വിളിക്കാം. T2 ആണെങ്കിൽ T+9. The rate constant gets doubled. K എന്ന് K1, K ആണെങ്കിൽ K2, 2K. Assuming reaction to be occurring at 300 Kelvin. അപ്പോൾ നമുക്ക് ഇത് 300 എഴുതാം, ഇത് 309 എഴുതാം. The value of activation energy is found to be ഇത്ര. അപ്പം ഇതും ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് അല്ലേ? log K2 by K1 is equal to minus EA 2.303 R T2 minus T1 by T2 into T1. Okay. ഇനി നമുക്ക് ഈ വാല്യൂസോടെ അപ്ലൈ ചെയ്യാം. ഈ വാല്യൂസോടെ അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ കിട്ടും. ഈ ആക്ടിവേഷൻ എനർജിന്റെ ആൻസർ കിട്ടും. 59 into 10 raised to 3 joules ആണ്. അപ്പം 59 kilojoules. ഇത് ഡയറക്റ്റ് അപ്ലിക്കേഷനേ ഉള്ളൂ, വേറെ ഒന്നും അങ്ങനെ സോൾവ് ചെയ്യാൻ ഇവിടെ വരുന്നില്ല. The rate constant for a first order reaction is given by the following equation. The activation energy for the reaction is given by. ഇതും ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ് അല്ലെ? നമുക്കറിയാം ln k is equal to ln a minus EA by RT. അപ്പം ഇതിൽ EA by RT കമ്പണന്റ് ഇവിടെ തന്നുണ്ട്. EA by RT is equal to 2 into 10 raised to 4 by T. Tയും Tയും ക്യാൻസൽ ആയി. R നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം 8.3. അപ്പം നമുക്ക് ആൻസർ കിട്ടും 166 into 10 raised to 3 joules അല്ലെങ്കിൽ 166 kilojoules. A flask is filled with equal moles of A and B. The half-lives of A, അപ്പം T half A is equal to 100 seconds. അങ്ങനെ T half B is equal to 50 seconds and are independent of initial concentration. അപ്പോൾ first order reactions ആണ് രണ്ടും. The time required for the concentration of A to be 4 times that of concentration of B is എത്രയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ. അപ്പം AT കോൺസെൻട്രേഷൻ നമുക്ക് T ടൈമിലാണ് നമുക്ക് ഈ കോൺസെൻട്രേഷൻ വരുന്നത് പറയാം. അപ്പം T ടൈം കഴിഞ്ഞുള്ള കോൺസെൻട്രേഷൻ AT, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ EA. ഓക്കെ.
ബിനാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം, ബി നോട്ട് ഇനി നമുക്ക് അവരെന്താണ് പറയുന്നത്, എ 4 times ദാറ്റ് ഓഫ് ബി. അപ്പം AT is equal to 4BT. ഇങ്ങനെ ഈക്വൽ മോൾസ് ഓഫ് എ ആൻഡ് ബി ആണ് ഒറിജിനലി. അപ്പം A നോട്ട് is equal to B നോട്ട്. അപ്പം നമ്മൾ ഇവരെ റേഷ്യോ എടുത്താലോ 4 is equal to E KAT by E KBT. നമുക്ക് KAയും KBയും ഇതൊന്നും നമുക്ക് എഴുതാം അല്ലെ. KA പറഞ്ഞാൽ ln2 by 100. മറ്റേതാണെങ്കിൽ KB ആണെങ്കിൽ ln2 by 50. അപ്പം ln2 by 100 ln2 by 50. നമുക്കിതിനെ മുകളിലോട്ടേക്ക് കൊണ്ടുപോകാം. ln 50 by t. നമുക്ക് അവസാനം കിട്ടുന്നതാണ് ln2 by 100. ഓക്കെ, ഇത് അവിടെ അഡീഷൻ നമ്മൾ മൈനസ് ln2 അല്ല പ്ലസ് ln2 by 100 equal to 4. രണ്ടിൻ്റെയും ലോഗ് എടുത്താൽ ln4 is equal to 2. ln4 പറഞ്ഞാൽ എന്താണ്, ln2 raised to 2. അപ്പം 2 ln2. അപ്പം ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. t is equal to 200 seconds. അപ്പം അതാണ് നമ്മൾ ആൻസർ വരും. t is equal to 200 seconds. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. At 345 Kelvin, the half-life or decomposition of a sample of gas compound initially നമുക്ക് ഇത്രയാണ് കിട്ടിയത്. അപ്പം t half is equal to 340 seconds. അപ്പം ഇനീഷ്യൽ പ്രഷർ 55.5 ആവുമ്പോൾ ഇനി അടുത്ത t half is equal to 170 seconds. അപ്പം ഇനീഷ്യൽ പ്രഷർ 27.8 കിലോ പാസ്കൽസ് ആകുമ്പോൾ നമുക്കറിയാം t half is proportional to C naught 1 minus n. അപ്പോൾ 340 by 170 is equal to 55.5 by 27.8 1 minus n. ഇത് നമുക്ക് 2 ആയിട്ട് എഴുതാം. ഇത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2 ആയിട്ട് കിട്ടും. 1 minus n. 1 minus n is equal to 1, n is equal to 0. അപ്പം 0 ഓർഡർ റിയാക്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The rate constants for decomposition of acetaldehyde has been measured over the temperature range. Okay, the data has been analyzed. The value for activation energy for the reaction is. Okay, ഇതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഡയറക്റ്റ് ഫോർമുല ആണ് വരിക. അപ്പോൾ നമുക്കറിയാം ln k is equal to ln a minus EA by RT. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് അവർ തന്നുണ്ട് -18.5. ആകെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആക്ടിവേഷൻ എനർജിയാണ്. അപ്പോൾ നമുക്കറിയാം സ്ലോപ്പ് is equal to EA by R is equal to -18.5. അപ്പോൾ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കണമെങ്കിലോ EA into R. അപ്പം 18.5 into 8.31 നമുക്ക് അറൗണ്ട് 154 കിലോ ജൂൾസ് കിട്ടും. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിൽ മെയിനായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ട് കുറേ അറീനിയസ് ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ കുറേ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്, പിന്നെ ഹാഫ് ലൈഫിൻ്റെ ആപ്ലിക്കേഷൻസ്. അങ്ങനെ ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസും കെമിക്കൽ കൈനറ്റിക്സിൽ വരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്താലും ഈസി ആപ്ലിക്കേഷൻസ് ആണ്, ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. Thank you for watching.